4 വാക്കുകൾ വെച്ചിട്ടല്ല നിങ്ങൾ ഒരു കാര്യം ജഡ്ജ് ചെയ്യേണ്ടതോ പറയേണ്ടതോ. നമ്മളൊരു ഫാക്ട് ചെക്ക് ചെയ്തിട്ട് എന്താണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത്രയും മോശം കാര്യങ്ങളിലേക്ക് ആരെയാണെങ്കിലും, ഒരു ഫാമിലി എന്നല്ല ആരെയാണെങ്കിലും വലിച്ചിടാൻ പാടുള്ളൂ. ഇനി ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. ഞങ്ങളുടെ അച്ഛൻ എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നു. ഞാൻ പോയതിനു ശേഷമാണ് മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അമൃത സുരേഷിനെയും അഭിരാമി സുരേഷിനെയും പറ്റിയിട്ട് കുറച്ച് വാർത്തകൾ നിലവിൽ പുറത്തു വരുന്നുണ്ട്. അതായത് അവരുടെ അച്ഛനായിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇവർ വീട്ടിൽ നിന്നൊക്കെ അടിച്ചിറക്കി, ഇവർ ഏതോ അനാഥ മന്ദിരത്തിലെങ്ങാണ്ടായിരുന്നു പുള്ളിക്കാരനെ കൊണ്ടുവന്നിട്ടത്. ആ തരത്തിലൊക്കെയുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ കമൻസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നതും ഇതുപോലൊക്കെ തന്നെയാണ് സംഭവം. ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ന്യൂസിനകത്ത് ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയുടെ ഇടയിൽ ഒരു പുള്ളി ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വയ്ക്കാം, എങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പോയതിനു ശേഷമാണ് മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട്. അദ്ദേഹമാണ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റ്. മകള് ആ പ്രോഗ്രാം വഴി വന്ന് ഫേമസ് ആയതാണ്. അതർവൈസ് ബോൺ ആയിട്ടുള്ള ടാലന്റ് ഉള്ള അദ്ദേഹത്തിനാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രോഗ്രാമൊക്കെ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. എന്ത് കാരണം കൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഇതൊരു അനാഥ മന്ദിരമോ കാര്യങ്ങളോ ഒന്നും അല്ല, ഇതൊരു കമ്മ്യൂണാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്നൊക്കെയാണ് ഈ പുള്ളിയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും തെറ്റിദ്ധരിക്കപ്പെടും, അല്ലേ? കാര്യം ഇവർ നടത്തുന്ന ഏത് രീതിയിലുള്ള ഒരു സംഭവമാണെന്ന് പുള്ളി ഒരു വ്യക്തത പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയ്ക്കകത്താണ് പുള്ളി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കാര്യങ്ങൾക്കും ഒരു വ്യക്തത ഇല്ലാതെ വന്നിരുന്ന് വീഡിയോ ചെയ്യരുത്. കാര്യം അവർ ഈ പറയുന്ന അമൃത ആയിക്കോട്ടെ, അഭിരാമി ആയിക്കോട്ടെ, അവരവരുടെ അച്ഛൻ എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ അവരുടെ എല്ലാവരുടെയും വീഡിയോസ് അവൈലബിളുമാണ്. അപ്പോൾ അത്രയും സ്വന്തം അച്ഛനോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്തിനാ ഒരു പുള്ളിയെ കൊണ്ടുവന്ന് അനാഥ മന്ദിരത്തിലിടണം? സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഈ വിഷയം ആരാണോ തുടങ്ങി വെച്ചാൽ ആ പുള്ളി തന്നെ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. ലോറൻസ്, MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, അതുപോലെ തന്നെ അമൃത സുരേഷിന്റെ അച്ഛൻ, ഐഡിയ സ്റ്റാർ സിംഗറിലെ ഫേമസ് ആയ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം കമ്മ്യൂണായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വന്നിരുന്നത്. എബ്രഹാം ലോറൻസ് സാറിനെ ആണെങ്കിൽ ആദ്യത്തെ സ്ട്രോക്ക് കഴിയുമ്പോൾ എനിക്കറിയില്ല, 2ാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നടന്നതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്നത്, വർത്താനം പറഞ്ഞത്, സംസാരിച്ച് ബന്ധപ്പെട്ടു. അപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഞാനില്ല, ഇങ്ങനെ കമ്മ്യൂണിലാണ് എനിക്ക് താമസിക്കേണ്ടത്, എനിക്കിങ്ങനെ വീടുകളല്ല താമസിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ ഒന്ന് താമസിച്ചത്. അതുപോലെ ഈ സുരേഷ് സാർ അദ്ദേഹത്തിന്റെ അമ്മയും കൊണ്ടാണ് ആദ്യം വന്നത്, 96 വയസ്സുള്ള അമ്മ. അപ്പം അമൃത മാമിന്റെയും ഇവരുടെയൊക്കെ കൂടെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഈ അമ്മ ഒറ്റയ്ക്കായി പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി അന്വേഷിച്ചു വന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ അമ്മ അവിടെ കുറെ കാലം താമസിച്ചു, 1-2 മാസത്തോടെ. കേട്ടല്ലോ, ഇത് അനാഥ മന്ദിരവും കാര്യങ്ങളും ഒന്നുമല്ല. പുള്ളി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. ഒരു വാലും ജയിലും ഇല്ലാതെ ചുമ്മാതെ വന്നിരുന്നിട്ട് അമൃത അച്ഛനെ അടിച്ചിറക്കി, അല്ലെ അഭിരാമി അച്ഛനെ അടിച്ചിറക്കി എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ബോധവും വിവരവും ഇല്ലാതെ വന്നിരുന്ന ഓരോ മനുഷ്യരെയൊക്കെ വീഡിയോ ചെയ്യുക. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏതൊരു മക്കൾക്കും ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കഥകൾ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യരും സഹിക്കത്തില്ല. പക്ഷേ ഈ പുള്ളി ഇത്രയും ക്ലാരിറ്റിയോടെ കൂടിയിട്ട് ഈ SKൻ്റെ ആ ഒരു പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ആ ഒരു പരിപാടി കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക. പുള്ളി ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഇതെടുത്ത് വെച്ചിട്ട് വളച്ചൊടിച്ച് വേറൊരു രീതിയിലോട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് അവരുടെ ഫാമിലിക്ക് എന്തുമാത്രം ഹേർട്ട് ചെയ്യും. കുറേ ആൾക്കാരുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും അവരുടെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ആ അച്ഛനോടൊരു അകൽച്ച ഫീൽ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. ഇതിന് സ്വന്തം അച്ഛനോട് എന്തിനാണ് അകൽച്ച ഫീൽ ചെയ്യുന്നത്? ഇവർ അച്ഛൻ മരണപ്പെട്ട സമയത്തും അവർ അനുഭവിച്ച വേദനയും കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാവരും കണ്ട കാര്യം തന്നെയാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലുള്ളതാണ്. ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ എത്രത്തോളം അപമാനിക്കാവോ അങ്ങനെ അപമാനിക്കാനായിട്ട് കുറേ വായി നോക്കിയുള്ള ഇറങ്ങി തിരിച്ചിരിക്കുക. താമസിച്ചിരുന്നത് അപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ടാണ് താമസിച്ചിരുന്നത്.
അതിനുശേഷം അമ്മ പോയി കഴിഞ്ഞ ശേഷം സുരേഷ് സാറ് ഞങ്ങളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ട്രസ്റ്റി ആയിട്ട് നമുക്ക് അതിൻ്റെ ഫോർമാലിറ്റീസ് ട്രസ്റ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എനിക്കും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ, കാരണം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങളൊരു 10-40ഓളം പേരുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യൽ പരിപാടികളൊക്കെയാണ്. ഓരോരുത്തരും അവരുടെ എക്സ്പെൻസ് എടുക്കണം. അവിടെ 4 കണ്ടീഷൻസ് ഞാനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ മദ്യം മയക്കുമരുന്ന് പോലുള്ള ശീലങ്ങളില്ലാത്തവർ, കാരണം വെച്ചാൽ അന്തസ്സോടെ ജീവിക്കുന്ന സമയത്ത് ഇതൊന്നും ആവശ്യമില്ല. ജീവിതം തന്നെയാണ് സ്പിരിറ്റ്. അപ്പം ടൗണിലായതുകൊണ്ട് പാലാരോട്ടത്തായതുകൊണ്ട് പല സമയത്തും പ്രോഗ്രാം പോകാനൊക്കെ എളുപ്പമാണ്. അപ്പം ഈ സുരേഷ് സാർ വരുന്ന സമയത്തും ഈ അമൃതയോ മറ്റേ അഭിരാമിയോ അവരാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഈവൻ വൈഫ് പോലും ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അതിനുശേഷം പ്രോഗ്രാം പോകുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് പല സമയത്തും ഇവിടെ വന്നിട്ട് അച്ഛനെ സുരേഷ് സാറിനെ പിക്ക് ചെയ്താണ് പോകാറുണ്ടായിരുന്നത്. ഇത് അനാഥാലയമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കേട്ടല്ലോ, അതായത് പല സമയങ്ങളിലും പ്രോഗ്രാമിന് പോകുമ്പം അവർ ഒന്നിച്ചായിരുന്നു അവിടെ പോകുന്നുണ്ടായിരുന്നത്. പോരാത്തതിന് ഈ പറയുന്ന സുരേഷ് എന്ന് പറയുന്നത് മരിച്ചുപോയ അമൃതയുടെ അച്ഛനായിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അമ്മയായിട്ടും അവിടെ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരു ഫാമിലിയെ കരിവാരി തേക്കുന്ന ഒരു പരിപാടിയാണ് നിലവിലിപ്പോൾ നടന്നിരിക്കുന്നത്. കാര്യം ഒന്നിനോട് ഒരു വ്യക്തത ഇല്ലാതെയാണ് പല ആൾക്കാരും വന്ന് പറയുന്നത്. ഇപ്പോൾ ബാലയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാര്യം എന്താണ് അതിൻ്റെ പിന്നിൽ നടന്ന സത്യമെന്ന് അറിയാതെയായിരുന്നു ഈ പറയുന്ന ഫാമിലി എല്ലാവരും തെറി വിളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും കൊള്ളാം, വേറെ ഒന്നും പറയാനില്ല. കാര്യം ഇനിയെങ്കിലും കഴിവതും ഇത്തരത്തിലൊക്കെയുള്ള വീഡിയോസ് കുത്തിപ്പൊക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടും കണ്ടിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് അമൃതയും അഭിരാമിയും കൂടെ ഒരുമിച്ച് വന്നിരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പുള്ളി പറയുന്ന ബാക്കിയൂടെ കേട്ടിട്ട് നമുക്ക് ആ വീഡിയോ കാണാം. ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്പേസ് ആണ്. നിങ്ങൾ ഇടയ്ക്ക് ടൗണിൽ പോകുമ്പോഴത്തേക്ക് ഹോട്ടലിൽ പോയി താമസിക്കില്ല. ഇത് അനാഥാലയമല്ലല്ലോ, നിങ്ങൾ പേ ചെയ്ത് താമസിക്കുകയാണ്. നമ്മുടെ സ്പേസിലും പേ ചെയ്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. അവിടെ ഡെയിലി ബേസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിലോ താമസിക്കാമെന്നുള്ള സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം കുക്ക് ചെയ്യുന്നതിനകത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സഹായിക്കും. നമുക്കിവിടെ കുക്ക് ചെയ്യാൻ ആളുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ആൾക്കാരെല്ലാം സുരേഷേട്ടൻ ഉൾപ്പെടെ ആൾക്കാർ ഒരുമിച്ചാണ് അതിനകത്ത് വളരെയതിനകത്ത് ഇടപെട്ടിരുന്നത്. ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നത്. അവിടെ വരുന്ന ഓരോരുത്തരും ബർത്ത്ഡേ ഒരുമിച്ചാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. നമ്മുടേത് വീണ്ടും വീണ്ടും പറയേണ്ടത് അത് അനാഥാലയമല്ല. അങ്ങനെ അനാഥാലയത്തിലുള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്പേസ് അല്ല. ഷോർട്ട് സ്റ്റേ ഹോം അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കേട്ടല്ലോ, അങ്ങോട്ട് പേ ചെയ്തിട്ടാണ് അവിടെ പോയി ആൾക്കാർ താമസിക്കുന്നത്. അനാഥാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അത് അതിനെ പറ്റിയിട്ട് അറിവുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിൽ ഇങ്ങനെയൊക്കെ ഒരു വിവാദങ്ങളൊക്കെ അടിച്ചിറക്കേണ്ട ആവശ്യമുണ്ടോ? സ്വന്തം അച്ഛനെയൊക്കെ അനാഥ മന്ദിരത്തിലോട്ട് കണ്ട് അടിച്ചിറക്കിയെന്നും പറഞ്ഞിട്ടൊക്കെ വന്നിരുന്ന് വീഡിയോ ചെയ്തിരിക്കുകയാണ്. എന്നാൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഫോണിലൊന്ന് വിളിച്ച് ചോദിക്കാനുള്ളൊരു മര്യാദ വേണ്ടേ? അതല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ടത്. ഒരു പക്ഷേ ഈ പുള്ളിക്കാരൻ ഇത് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഈ 24-നകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പുള്ളിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ കൺഫേം ആയിട്ട് പറയാം. അത് യാതൊരുവിധ തെറ്റുമില്ല. കേൾക്കുന്ന ആൾക്കാർ ആ രീതിയിലല്ല ചിന്തിക്കത്തുള്ളൂ. എന്തായാലും ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. 4 വാക്കുകൾ വെച്ചിട്ടല്ല നിങ്ങൾ ഒരു കാര്യം ജഡ്ജ് ചെയ്യേണ്ടതോ പറയേണ്ടതോ. നമ്മളൊരു ഫാക്ട് ചെക്ക് ചെയ്തിട്ട് എന്താണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത്രയും മോശം കാര്യങ്ങളിലേക്ക് ആരെയാണെങ്കിലും, ഒരു ഫാമിലി എന്നല്ല ആരെയാണെങ്കിലും വലിച്ചിടാൻ പാടുള്ളൂ. ഇനി ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. ഞങ്ങളുടെ അച്ഛൻ വളരെ സോഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ള പല കമ്മ്യൂണുകളിലും പല ഓർഗനൈസേഷനുകളിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആളാണ്. അച്ഛൻ ഈ പറയുന്ന സമയം മുതലേ ആശ്രമവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നമ്മുടേത്. ഈ ചർച്ചയിൽ പറയുന്ന മിത്രകുലം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിന്റെ ഒരു ട്രസ്റ്റി കൂടെയാണ് ഞങ്ങളുടെ അച്ഛൻ. ഈ അച്ഛൻ എന്താ പറയാ, ഈ മിത്രകുലത്തില് ഞാനും അഭിരാമിയും ഞങ്ങളുടെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ പലതവണ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, അച്ഛൻ ഇതേപോലെ ഒരുപാട് കമ്മ്യൂണുകളുടെ ആളാണ്. ഒരുപാട് ബിയോണ്ട് ഹ്യൂമൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരെ സംഗീതം പഠിപ്പിക്കുക, അവരെ സ്റ്റേജിൽ കൊണ്ടുവരിക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം മുൻനിന്ന് അത് അച്ഛയുടെ ഒരു മെയിൻ ആയിട്ടുള്ള അച്ഛന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ. അപ്പൊ അതിൽ ഞങ്ങൾ ഒരിക്കലും അച്ഛയുടെ ഒരു തീരുമാനങ്ങളിലോ അല്ലെങ്കിൽ അച്ഛയുടെ ചോയ്സുകളോ ഒന്നിലും ഞങ്ങൾ കയറി ഇടപെട്ട് ഇത് ചേരുന്നത് പറയുന്ന മക്കളും അല്ല, ഞങ്ങളുടെ അമ്മയും അങ്ങനെയല്ല. ഞങ്ങളും ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? അതായത് അങ്ങനെ ഒരു സംഭവമേ അല്ല. ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. അതായത് ആശ്രമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണ്. പ്രധാനമായിട്ട് അമൃതാനന്ദമയ്യയുടെ ഒരു കാര്യം നമുക്ക് പറയാം. അമൃതാനന്ദമയ്യും ഇവരുടെ ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കര രീതിയിൽ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പോവുകയും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാനേ ഉള്ളൂ. സോ ഇവരുടെ ഫാമിലി ആക്ച്വലി ബേസിക്കലി ഇങ്ങനെയാണ്, മനസ്സിലായത്? അതായത് ഇങ്ങനെ മറ്റേ ഈ മ്യൂസിക് കാര്യങ്ങൾ, പിന്നെ ഇതാണ് ആശ്രമം, ഇവരുടെ ഫാമിലി എല്ലാവരുമായിട്ട് പോകുന്ന കാര്യങ്ങളാണ് അതൊക്കെ.
അതൊരിക്കലും ഈ പറയുന്നത് അതൊരു അനാഥാലയമല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം സ്വന്തം അച്ഛനും അമ്മയും നമ്മൾ അനാഥാലയത്തിലൊക്കെ കൊണ്ടിടുകയാണെന്ന്, അതായത് ഇല്ലാത്തൊരു കഥ പറയുമ്പം ഒരു മക്കളും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആർക്കും അത് സഹിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം അച്ഛൻ്റെ അമ്മയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയണത് ഞാൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഹലോ കിടക്കാം. അതിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കാറും ഈ എന്താ പറയുക ഈ അച്ഛയുടെ സുഹൃത്തുക്കളെയും അച്ഛയുടെ സർക്കിളുകളിലും പോകാനും അവരെ ആളുകളെ കാണാനും ഞങ്ങളും പലപ്പോഴും ആയിട്ട് വി ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ഓൾ ദി തിങ്സ് ദാറ്റ് ഹി ഡസ്. അപ്പോൾ അനിൽ സാറ് അങ്കിള് ആ ഒരു ചർച്ചയിൽ പറഞ്ഞത് സുരേഷ് സാറ് അടക്കമുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഞങ്ങൾ അച്ഛനെ അവിടെ കൊണ്ടുപോയി തള്ളി ഇങ്ങനത്തെ അങ്ങനെ ഒരാളൊരൊറ്റ സെന്റൻസ് പറയുന്നതിനകത്ത് നിങ്ങൾ ഇത്ര അതായത് കൂട്ടം ആക്രമിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ എൻറ്റയർ ലൈഫ് വ്ളോഗിങ്ങിലൂടെ ഒക്കെയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതിനകത്ത് അച്ഛൻ എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ഞങ്ങള് വീഡിയോ എടുക്കുന്ന ആൾക്കാർ, നിങ്ങൾ വ്യൂവേഴ്സിനാണ് അത് ഏറ്റവും കൂടുതൽ അറിയുന്നത്. എന്നിട്ടും പെട്ടെന്ന് ഇങ്ങനെ ഇത് കേട്ടപ്പോഴത്തേക്കും ഇവൾമാരല്ലെങ്കിൽ ഇതാണ്. ആൻഡ് ഞങ്ങളെ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഇത് ശീലമായെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അമ്മയെ പറയുന്ന ഒരു സാഹചര്യം വരുന്നത് അത് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലീനെയും ഞങ്ങളുടെ എല്ലാവരെയും, ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങൾ 4 പേര് മാത്രമല്ലാത്ത വലിയ കുടുംബത്തിലുള്ള ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആർക്കാരൊക്കെയോ നിങ്ങൾക്കറിയാം? ഇവരുടെ അമ്മയ്ക്കാണ്. കുറേ ആൾക്കാർ വന്നിരുന്നിട്ട് ഇവരുടെ അമ്മയെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടു. അതായത് ഇവരുടെ വ്ളോഗിൽ തന്നെ കണ്ടിട്ടുണ്ട് അച്ഛനോടൊരു അകൽച്ച കാണിക്കുന്നത് എന്ന തരത്തിലൊക്കെ. അതായത് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ആരാണോ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് അവരുടെ ചാനലിനകത്തെ കമൻസാണ് ഞാനീ പറയണത്. അതായത് അവരുടെ അമ്മയെ പറ്റിയിട്ടൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇത് കാണുന്ന മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും പഴി കേൾക്കേണ്ട ആവശ്യമില്ല. ഇനിയെങ്കിലും കഴിവതും ഇത്തരത്തിലൊക്കെയുള്ള സീരിയസ് ടോപ്പിക്സൊക്കെ എടുക്കുമ്പം അതിനെ പറ്റിയിട്ട് ഒന്ന് പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ആരായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവർക്കൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉള്ളതാണ്. ഇവരെയൊക്കെ ഒരുപാട് ആൾക്കാർ അറിയുന്നതാണ്. ഇവർക്ക് ഇനി സമൂഹത്തിൽ ആൾക്കാരെ ഫേസ് ചെയ്യണ്ടേ, ഇവർക്ക് ഓരോ പ്രോഗ്രാമിനൊക്കെ പോകണ്ടേ. ഇനിയും ഇതിൻ്റെ വാലും ജയിലും അറിയാത്ത ഒരുപാട് ആൾക്കാർ കാണും. ഇനി ഏത് പ്രോഗ്രാമിന് ഇവർ പോയി കഴിഞ്ഞാലും അതിൻ്റെ താഴെ കമൻറ്റ് വരും, സ്വന്തം അച്ഛനെ നീയൊക്കെ അനാഥാലയത്തിൽ കൊണ്ടിട്ട ആൾക്കാരല്ലേ, നിന്നോടൊക്കെ പിന്നെ എന്താണ് പറയേണ്ടത്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻസ് ആയിരിക്കും ഇവർക്ക് ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.